എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു പല്ലക്ക് കാണിക്കുന്നു. അതും തൂക്കിയെടുത്തുകൊണ്ട് ഒരുപാട് പേര് കാട്ടിലൂടെ ഇപ്പൊ ഹായ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പല്ലക്കിന്റെ ഉള്ളില് മിയാഡി എന്ന് പേരുള്ള ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണു ഇരിപ്പുണ്ട്. അപ്പൊ പെട്ടെന്നായിട്ട് അവിടെ വലിയൊരു ഇടിമുഴക്കം ഉണ്ടായി. വലിയ എന്തോ സാധനം അവിടേക്ക് വീണ് ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. പൊട്ടിത്തെറിയുടെ അവസാനം ആ ഒരു പല്ലക്കിലുള്ള പെണ്ണിനെയും അവളുടെ കൂടെ ഉണ്ടായിരുന്നവരെയും ഇപ്പൊ കാണാനുണ്ടാവില്ല. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജിൽ ഹൊക്കാകെ ആവട്ടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ ഒരു പല്ലക്കിലുണ്ടായിരുന്ന പെൺകുട്ടിയെയും അവളുടെ ആൾക്കാരെയും കാണാതെ പോയ ആ ഒരു കാര്യം പറയും. ആ ഒരു പെൺകുട്ടി ഒരുപാട് കാലത്തിന് ശേഷം അവളുടെ അച്ഛനെയും അമ്മയും കാണാനാണ് ഇപ്പൊ ഗ്രാമത്തിലേക്ക് പോയത്. അവിടെ വെച്ചാണ് അവളെയും അവളുടെ ആൾക്കാരെയും ഇപ്പൊ കാണാതായത്. എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ കണ്ടെത്തണം. നിങ്ങളിപ്പോ പോവേണ്ടത് കുബിസഗി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അത് കേട്ട് കുട്ടപ്പൻ നിലവിളിച്ചു പറയും, അതൊരു വൃത്തികെട്ട സ്ഥലമാണ്, അതുവഴി പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ കഴുത്ത് തന്നെ വളഞ്ഞു പോവും. അതിന് ഹൊക്കാകെ ദേഷ്യപ്പെട്ട് പറയും, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ഹിബ, ഹിനട്ട, കുട്ടപ്പൻ 3 പേരും ആ ഒരു സ്ഥലത്തേക്ക് ഓടിക്കോളാൻ പറയുമ്പോ നമ്മുടെ ആൾക്കാർ പേടിച്ചു വിറച്ച് ഇപ്പൊ അവിടേക്ക് ഓടാൻ തുടങ്ങും. ഇപ്പൊ ഹൊക്കാകെ പറയും, അവര് പോകുന്ന വഴിയില് വലിയൊരു കോട്ടയുണ്ട്. വർഷങ്ങളായിട്ട് ആ കോട്ടയുടെ അടുത്തേക്ക് ഇപ്പൊ ആരും തന്നെ പോവാറില്ല. ഇത് നേരത്തെ ഞാൻ അവരോട് പറയാതിരുന്നത് തീർച്ചയായിട്ടും ഇത് കേട്ട കുട്ടപ്പൻ പേടിച്ചു വിറയ്ക്കും. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ നടന്ന് ആ ഒരു ബ്രേക്ക് നെക്ക് ബ്രിഡ്ജിന്റെ തൊട്ടടുത്തെത്തും. ഇവർക്കാർക്കും ആ കോട്ടയെക്കുറിച്ച് അറിയില്ലെങ്കിലും അത് കാണുമ്പോ തന്നെ അവർക്കിപ്പോ ഒരുപാട് പേടിയാവും. കുട്ടപ്പൻ അത് കണ്ട് പേടിച്ചു പറയും, ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത്, അത് കാണുമ്പോ തന്നെ എനിക്ക് ഒരുപാട് പേടിയാവുകയാണ്. എന്റെ ബലമായ സംശയം ഈ ഒരു കോട്ടയുടെ പവർ കൊണ്ടാണോ അവരൊക്കെ കാണാതായതെന്നാണ്. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. നമ്മുടെ ആൾക്കാർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു വഴിയില്ലാതെ ആ ഒരു കോട്ടയുടെ അടുത്തേക്ക് വരും. അതിന്റെ തൊട്ടടുത്തെത്തുമ്പോ കുട്ടപ്പൻ പറയും, എനിക്ക് ഈ കോട്ട കണ്ടിട്ട് ഒട്ടും വിശ്വാസം തോന്നുന്നില്ല. ഇതിലെന്തോ ഒരു ചതി അത് മറഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറും ചോദിക്കുമ്പോ കിബ ചോദിക്കും, നിനക്ക് പേടിയാണോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ 2 പേര് നിന്റെ കൂടെ ഇല്ലെന്ന് ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ, ആർക്ക് പേടി, എനിക്കോ എന്നും ചോദിച്ച് ഇപ്പൊ ആ കോട്ടയുടെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് അടുക്കും. അവരാ ഡോറിന്റെ തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ ആ ഡോറ് അത് തനിയെ തുറക്കാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ആൾക്കാർ പതിയെ അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ആ ഡോറ് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ അടയും. അപ്പൊ അക്കമർ പട്ടിക്കുട്ടി ഇപ്പൊ എന്തോ കണ്ട് ഒരു റൂമിലേക്ക് ഓടും. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരും വരുമ്പോ അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഹാളില് ഇപ്പൊ ഒരുപാട് ഭക്ഷണം റെഡിയാക്കി വെച്ചതായിട്ട് അവര് കാണും. അവർക്ക് മനസ്സിലാവും ഇപ്പൊ അവിടെ ആരോ ഉണ്ടെന്ന്. അവർ ചുറ്റുംപുറം നോക്കുമ്പോ അവിടെ ഒരു ഫോട്ടോ കാണും. അവസാനം അവര് പതിയെ ഇപ്പൊ ആ ഫോട്ടോയുടെ അടുത്തേക്ക് വരുമ്പോ കുട്ടപ്പൻ പറയും, ഒരുപക്ഷെ ഇയാളായിരിക്കും ഈ ഒരു കോട്ടയുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന്റെ തന്നെ മരിച്ചുപോയ ഫ്യൂഡൽ ലാർഡ്. അപ്പൊ അക്കമൊരു പട്ടിക്കുട്ടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ നോക്കുമ്പോ കിബയാവട്ടെ അതിനെ തടയും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മളിവിടെ പെരുമാറാൻ. പക്ഷെ കുട്ടപ്പന് അവന്റെ കൺഫ്യൂഷൻ മാറാതെ ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോ അതിന്റെ കണ്ണുകള് അത് പതിയെ അനങ്ങുന്നതായിട്ട് അവൻ കാണും. കുട്ടപ്പൻ പേടിച്ചു വരച്ച് ഇപ്പൊ ബാക്കോട്ട് തെന്നി മാറി അവൻ കിടന്ന് ഒച്ച വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഹിനട്ട ഇപ്പൊ ടേബിളിലേക്ക് നോക്കുമ്പോ ആ ടേബിളിലായിട്ട് 7 പേർക്കുള്ള പ്ലേറ്റുകൾ കാണും. അപ്പൊ അവള് ഇപ്പൊ പതിയെ എന്തൊക്കെയോ കാര്യങ്ങള് ചിന്തിക്കാനായിട്ട് തുടങ്ങും. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാണാതായ 7 പേരും ഇവിടെ തന്നെ എവിടെയുണ്ടെന്നാണ്. ഒരു പക്ഷേ അവർക്ക് വേണ്ടിയായിരിക്കും ഈ 7 പ്ലേറ്റിലെ ഫുഡും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ കിബ പറയും, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് ഈ കോട്ടയ്ക്കകം മുഴുവൻ സെർച്ച് ചെയ്യാം. കുട്ടപ്പനാണെ പേടിച്ച് വരച്ച് ഇപ്പൊ പതിയെ മുൻപോട്ട് പോവും. മനസ്സിന്റെ ധൈര്യം അത് കൈവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ശ്വാസം മുറുക്കി പിടിച്ച് മുൻപോട്ട് നടക്കും. ആരുമില്ല ഇവിടെ, പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ മുമ്പോട്ട് ചെല്ലുമ്പോ ഒരു വലിയ പൊന്തം പാവ. അത് കണ്ട് പേടിച്ച് വരച്ച് നമ്മുടെ കുട്ടപ്പൻ ട്രൗസറും പൊക്കി മുൻപോട്ട് ഓടുമ്പോ മുൻപ് കണ്ട പോലുള്ള 5 പാവ ഇപ്പൊ അവന്റെ മുൻപിലുണ്ടാവും. അപ്പൊ അതിലൊരു പ്രതിമ ഇപ്പൊ കുട്ടപ്പനെ നോക്കി കണ്ണിറുക്കുമ്പോ കുട്ടപ്പൻ പേടിച്ച് ഓ ഷിറ്റ് ഓടിക്കോ എന്നും പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങും. ഇവിടെ കിബയും അക്കമരും കൂടെ ഒരു റൂമിലേക്ക് കയറുമ്പോ അവിടെ ആരോ ഉള്ളതായിട്ട് അവർക്ക് തോന്നും. അപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന വാതിലടഞ്ഞ് എന്തോ ഒരു വലിയ മൃഗം അവരെ ഓട്ടിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ഹിനട്ട അവളൊരു ലൈബ്രറിയിലൂടെ മുൻപോട്ട് നടക്കുമ്പോ അപ്പൊ ഒരുപാട് സ്ക്രോളുകള് അവിടെ അലമാരിയിൽ ഇരിക്കുന്ന കണ്ട് ഹിനട്ട ആവട്ടെ അതിലൊന്നെടുത്ത് ഇപ്പൊ വായിക്കാനായിട്ട് തുടങ്ങും. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടാവും, ഇതെന്റെ കോട്ടയാണ്, 50 വർഷങ്ങൾക്ക് മുൻപ് ഈ കോട്ടയിലേക്ക്
ഒരുപാട് ശത്രുക്കൾ ഇടിച്ചു കയറി വന്ന് ഞങ്ങളുടെ കോട്ടയിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്റെ കോട്ടയിൽ ആരതിക്രമിച്ചു കിടക്കുന്നോ അവരെ തീർച്ചയായിട്ടും ഞാൻ തട്ടിക്കളയും. അത് വായിച്ച് ഹിനട്ട ഞെട്ടും. അവള് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ എന്തോ ഒരു സൗണ്ട് അവളുടെ പുറകിലായിട്ട് കേൾക്കും. അപ്പൊ ലൈബ്രറിയിലുണ്ടായിരുന്ന ആ ബുക്കുകളെല്ലാം തന്നെ ഹിനട്ട കുട്ടപ്പയുടെ നേർക്ക് തന്നെ പാഞ്ഞടുക്കാണ്. അവളത് കണ്ട് അവിടുന്ന് ഓട്ടാൻ തുടങ്ങും. അവൾ മുൻപോട്ട് ഓടുമ്പോ അവൾ ആദ്യം കണ്ട ആ ഒരു ഫ്യൂഡൽ ലാർഡിന്റെ ഫോട്ടോ അവളുടെ തൊട്ട് മുൻപിലായിട്ട് വരും. ഇവിടെ കുട്ടപ്പൻ 100-110 ഓടുമ്പോ ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്ന ഫ്യൂഡൽ ലാർഡ് അതങ്ങനെ തന്നെ പുറത്തിറങ്ങി അവന്റെ മുൻപിലേക്ക് വരും. കുട്ടപ്പൻ ചാടി വീണ് അവന്റെ പേപ്പർ ബോംബ് അതിനു നേരെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ എവിടേക്ക് ഓടും. എന്നിട്ട് രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം പിടിച്ച് കുട്ടപ്പനാവട്ടെ ഏതോ ഒരു സ്ഥലത്ത് പോയി ഇപ്പൊ കുടുങ്ങി നിൽക്കും. കട്ട് ചെയ്ത നമ്മുടെ കുട്ടപ്പൻ പതിയെ കണ്ണു തുറക്കുമ്പോ അവനിപ്പോ ഒരു ടണലില് പെട്ടുകിടക്കാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇപ്പൊ കിബയും ഹിനട്ടക്കുട്ടപ്പയും ബോധമില്ലാതെ കിടക്കുന്ന കണ്ട് അവനാവട്ടെ രണ്ടുപേരെയും എഴുന്നേൽപ്പിക്കും. അങ്ങനെ 3 പേരും എഴുന്നേറ്റ് വന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ ഹിനട്ട പറയും, എനിക്കൊരു ബുക്ക് കിട്ടി. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു കോട്ട അത് 50 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ്. ഏതൊക്കെയോ ചിലര് ഈ ഒരു കോട്ട പിടിച്ചടക്കി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. മാത്രമല്ല ഈ കോട്ടയുടെ ഉടമ ആ ഒരു ഫ്യൂഡൽ ലാർഡ് ഇവിടേക്ക് ആര് കടന്നു വന്നാലും പിടിച്ച് തിന്നുമെന്നാണ് ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ആൾക്കാര് അവിടുന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാനായിട്ട് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്വേഷിച്ച് അങ്ങനെ മുൻപോട്ട് നടക്കുമ്പോൾ കുട്ടപ്പനാവട്ടെ മെല്ലെ കാല് തന്നെ താഴെ വീഴും. അതിന്റെ അടുത്തായിട്ട് ഇപ്പൊ ഒരുപാട് ഡെഡ് ബോഡികൾ അങ്ങനെ ചോര ഒലിപ്പിച്ച് ചീഞ്ഞു നാറി കിടക്കുന്നതായിട്ട് അവര് കാണും. അവർക്ക് മനസ്സിലാവും ഇത് ഈ കോട്ടയിലുണ്ടായിരുന്ന ആരുടെയും ബോഡിയല്ല, ഒരുപക്ഷെ ഈ കോട്ട ആക്രമിക്കാൻ വന്ന എനിമികളുടേതായിരിക്കുന്നു പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കോട്ടയുടെ ഫ്യൂഡൽ ലാർഡ് ആളുടെ ബോഡി അവിടെ ഒരു മെഴുകുപോലെ ഉരുകി നിൽക്കുന്നത് കാണും. അത് കണ്ട ഉടൻ തന്നെ നമ്മുടെ ഹിനട്ട ആവട്ടെ അവളുടെ വ്യാഹു കണ്ണു വെച്ച് ഇപ്പൊ ചുറ്റും ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവിടെയുള്ള ചുമരിക്കൂടെ പോലും ചക്ര പവർ അത് പാസ് ചെയ്യുന്നതായിട്ട് അവൾ കാണുക. ആ സമയത്ത് ഇപ്പൊ ആ ചുമരാവട്ടെ അങ്ങനെ ഇളകി ഒരു ഫ്ലഷ് പോലായി തീർന്ന് അവരെ എല്ലാവരെയും അതിൽ കവർ ചെയ്ത് പിടിക്കും. ഹിനട്ട അവളുടെ പവർ എടുത്ത് ആ ഒരു ചുമരിനെ ഇടിക്കുമെങ്കിലും അത് തിരിച്ചിടിച്ച് നമ്മുടെ കുട്ടപ്പയെ തെറിപ്പിച്ച് കളയും. ഈ ഒരു കവചം കാണുമ്പോൾ ഇപ്പൊ കുട്ടപ്പന് മറ്റെന്തോ ഓർമ്മ വരും. മുൻപ് ജിറയ്യ മാമൻ സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് തവളയുടെ ഉള്ളില് ഒളിച്ചിരുന്ന ആ ഒരു കാര്യം. അപ്പൊ ഹിനട്ട പറയും, ഈ ഒരു ഫ്യൂഡൽ ലാർഡ് ആള് മരിക്കുന്നതിന് മുൻപായിട്ട് സമറിൻ ജിപ്സ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ തൊട്ടടുത്തുന്നതായിട്ട് ഇപ്പൊ ആരുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ഒട്ടനെ അങ്ങോട്ട് ഓടും. അപ്പൊ അവിടെയായിട്ട് ആ കാണാതായ പെൺകുട്ടിയും ബാക്കിയുള്ള എല്ലാവരും ചുമരിൽ ഒട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. നമ്മുടെ ആൾക്കാര് അവരെ വലിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവരിപ്പോ ആ ചുമരിനോട് ഒട്ടി നിൽക്കുകയാണ്. കിബ പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു കിടക്കണം, അല്ലെങ്കിൽ വലിയ ആപത്താണെന്ന് പറഞ്ഞ് അവരവിടെ ഒരു വലിയ ദ്വാരം ഉണ്ടാക്കി ഇപ്പൊ ആ കോട്ടയുടെ സെൻട്രൽ ഹാളിലേക്ക് വരും. ആ കോട്ട പിന്നെയും നമ്മുടെ ആൾക്കാരെ പിടിച്ചു വലിച്ച് ഇപ്പൊ അവരോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കോട്ടയിലേക്ക് തന്നെ നിങ്ങളിപ്പോ കടന്നു വരുന്നു പറഞ്ഞ് ആ ഒരു കോട്ടയാവട്ടെ ഇപ്പൊ അവരെ വിഴുങ്ങാൻ ശ്രമിക്കും. അവര് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഒരുപാട് വലിയ വലിയ ഞരമ്പുകള് ഇപ്പൊ അവരങ്ങനെ ചുറ്റാനായിട്ട് ആരംഭിക്കും. അപ്പൊ കിബ പറയും, ഈ ഒരു സമറിൻ ജിപ്സുവിന് തീർച്ചയായിട്ടും ഒരു കോൺട്രാക്ട് ഉണ്ടാവും, അത് കണ്ടുപിടിച്ച് നശിപ്പിച്ചാൽ പിന്നെ യാതൊരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറയുമ്പോ ഹിനട്ട ആവട്ടെ ഇപ്പൊ അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്ക്രോൾ അതെവിടെയാണെന്ന് പരിശോധിക്കും. അപ്പൊ അവള് കാണും മുകളിലായിട്ട് ആ ഒരു ലൈബ്രറിയുടെ തൊട്ടടുത്ത് ആ ഒരു സ്ക്രോൾ ഇരിക്കുന്നത്. സോ ആ ഒരു സ്ക്രോൾ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് അവരാലോചിച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ഡോറും തുറന്ന് ആ ഒരു മരിച്ചുപോയ ഫ്യൂഡൽ ലാർഡ് അങ്ങനെ മുൻപോട്ട് വരും. ഫ്യൂഡൽ ലാർഡ് പതിയെ നമ്മുടെ ആൾക്കാരെ നോക്കി സ്റ്റെപ്പ് കയറി ആ ഒരു സ്ക്രോളിന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവനിപ്പോ ആ ഒരു സ്ക്രോളിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ മേലെ എത്തി ആ ഒരു സ്ക്രോള് അത് തുറന്നു നോക്കും. അത് തുറക്കുമ്പോ ഒരു പ്രത്യേക ജീവിയുടെ ചിത്രം അതിലുണ്ടാവും. ആക്ച്വലി ആ ഒരു ചിത്രത്തിലുള്ള ജീവിയെ ഉപയോഗിച്ചാണ് സമറിൻ ജിപ്സ് ചെയ്തത്. ഈ സ്ക്രോൾ അവർ നശിപ്പിച്ചാല് തീർച്ചയായിട്ടും അവരെല്ലാവരും ആ ഒരു ജീവിയുടെ ഉള്ളില് അങ്ങനെ തന്നെ പെട്ടുപോകും. കുട്ടപ്പൻ ഒന്നും നോക്കില്ല, ആ ഒരു സ്ക്രോള് അങ്ങനെ വെട്ടിത്തെറിപ്പിക്കും. അത് മനസ്സിലാക്കിയ ആ ഒരു ജീവി ആവട്ടെ അതിന്റെ ലോകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോ കുട്ടപ്പൻ അങ്ങനെ റെസർഗൺ പവർ എടുത്ത് വലിയൊരു ഹോൾ ഇട്ട് ഇപ്പൊ എല്ലാവരെയും പുറത്തേക്ക് സേഫ് ആയിട്ട് ഇപ്പൊ തൂക്കി അങ്ങോട്ട് എടുത്തിടും. അങ്ങനെ ആ ഒരു 7 പേരും
നമ്മുടെ കുട്ടപ്പനും ടീംസും എല്ലാവരും ഇപ്പൊ സേഫ് ആയിട്ട് പുറത്തെത്തി. അങ്ങനെ ആ ഒരു ജീവി അതിന്റെ ലോകത്തേക്ക് പോയി. നമ്മുടെ ആൾക്കാര് വീണ്ടും അവരുടെ മിഷൻ ജയിച്ചു. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് തകർന്നു കിടക്കുന്ന ആ ഒരു കോട്ട നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.